അതല്ല അദ്ദേഹം പറഞ്ഞു അത് ഇപ്പൊ എല്ലാരും ആസ്വദിക്കുന്ന ഇല്ലാന്ന്, അതായത് നമ്മുടെ ഹാസ്യം. അതുപോലെ ഈ വന്ന കാലത്ത് കഥാപ്രസംഗം എത്ര പേര് ആസ്വദിക്കുന്നുണ്ടാവും? ഇന്നത്തെ കാലത്ത് ആസ്വദിക്കുന്നുണ്ട്. അല്ല, ഞാൻ അങ്ങയുടെ കലയെ ബഹുമാനിക്കുന്നു. കഥ കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ സുഹൃത്തുക്കളായിട്ട് മിമിക്രിക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട്. 7 ക്യാമറയ്ക്കകത്ത് ഗ്രൂമിങ്ങും കഴിഞ്ഞ് റിഹേഴ്സൽ വിട്ട് ചെയ്യുന്ന ഒരു സാധനം, സ്റ്റേജിൽ ഈ ചാനലുകൾ ചെയ്യുന്ന മിമിക്രി അല്ലെങ്കിൽ കോമഡി ഷോ, അത് വേദിയിൽ എങ്ങനെ ഇവർക്ക് വിജയിപ്പിക്കാൻ കഴിയും? എന്നെ പ്രതീക്ഷിക്കുന്നത് ചേട്ടാ വേദിയിൽ നിന്നല്ലോ മിമിക്രി തുടങ്ങിയത്. അല്ല, ഞാൻ പറഞ്ഞത് ചാനലിൽ വരുന്ന വേദികളിൽ കൂടാണ് ചാനലിലേക്ക് വേദി മിമിക്രിയിൽ വന്നു. അപ്പൊ അന്നൊക്കെ ഇതേപോലെ തിരക്കുള്ള സമയവും അല്ലാതെ ഇതിന്റെ റിസൾട്ട് വെച്ച് നോക്കിയിട്ട് സ്റ്റേജിൽ വിജയിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല. കാരണം നമ്മൾ അവിടെ വിജയിച്ചതിന് ശേഷമാണ് നമ്മൾ ചാനലിൽ എപ്പോഴും നമ്മളെ ഈ ഐറ്റം വരെ അല്ലെങ്കിൽ കോമഡി പരിപാടിക്ക് ജനം കൂടുതലുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓഡിയേഷൻ ഇടുമ്പോൾ എത്രത്തോളം ആൾക്കാരാണ്, അല്ലെങ്കിൽ വീട്ടമ്മമാരാണ്, അല്ലെങ്കിൽ മറ്റു തൊഴിലിൽ പോകുന്നവർ, അല്ലെങ്കിൽ നമ്മളെപ്പോലെ മിമിക്രി മാത്രം ആസ്വദിച്ച് ജീവിക്കുന്നവരല്ലാതെ ഈ മേഖലയെ ഇഷ്ടപ്പെട്ടുകൊണ്ട് സ്കിറ്റ് അവതരിപ്പിക്കാനും വേദിയിൽ അവതരിപ്പിക്കാനും എത്രയും ആൾക്കാരാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ നേരിട്ട് കാണുന്നതാണ്. ശശാങ്ക, ഞാൻ ചോദിക്കുന്നത് ഇതൊരു വലിയ വെല്ലുവിളിയാ. 8-10 ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് സാധനം മിക്സ് ചെയ്ത് ഷൂട്ട് ചെയ്ത് എടുത്ത് പോസ്റ്റ് പ്രൊഡക്ഷൻ നല്ല മ്യൂസിക്കൊക്കെ ഇട്ട് എഡിറ്റ് ചെയ്ത് ജനങ്ങളെ കാണിക്കുന്ന ഒരു ചെറിയ പെട്ടിക്കകത്ത് കാണിക്കുന്നതും വേദിയിൽ നിന്ന് നമ്മൾ കംപ്ലീറ്റ് ഫുള്ളായിട്ട് നമ്മളെ കണ്ടു. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അത് ചെയ്തതിന് ശേഷമാണ് ഈ പെട്ടിക്കകത്തേക്ക് നമ്മൾ എത്തിയത്. ആ റിസൾട്ട് ആണ്. പക്ഷെ ഇതൊക്കെ എനിക്ക് തോന്നുന്നു ശശാങ്കൻ നമ്മളെ പെട്ടിക്കകത്താക്കാനുള്ള പരിപാടിയാ. ഉദാഹരണമുള്ള സാറേ, ഇതിനകത്ത് കൃത്യമായിട്ട് ഉത്തരവെന്നുള്ളു. ഏത് കലയ്ക്കും അതിന്റേതായ ഓഡിയൻസ് ഉണ്ട്. കഥാപ്രസംഗത്തിന് കഥാപ്രസംഗം ആസ്വദിക്കുന്ന ഓഡിയൻസ്, ലോകസത്യമല്ലേ. മിമിക്രി ആണെങ്കിലും നാടകമാണെങ്കിലും ബാലയാണെങ്കിലും ചാക്യാർ, എല്ലാത്തിനും പ്രത്യേക ഓഡിയൻസ് ഉണ്ട്. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ ഒരു ദൃശ്യമാധ്യമങ്ങൾ കണ്ടതാണ്. ഇടക്കൊച്ചി സലിംകുമാർ, കൈതാരം വിനോദ് കുമാർ തുടങ്ങിയവർ അവതരിപ്പിക്കുന്ന കഥാപ്രസംഗം കാണാൻ ഇന്ന് മിമിക്രി ആസ്വദിക്കുന്ന പോലെ തന്നെ 1 ലക്ഷം ജനം ഇരുന്ന് ഈ പരിപാടി കാണുക, കഥാപ്രസംഗം കാണുന്നു. ഒരു കല അല്ലല്ല, ഞാനത് എനിക്ക് സന്തോഷം തോന്നി. കാരണം ഒരു കലയെ നശിക്കാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. വിനോദ് സാറിനോടാണ്. സാർ ഒരു കാര്യം ചോദിച്ചില്ലേ, കാരണം നമ്മള് 9-10 ക്യാമറകൾ വെച്ച് ഷൂട്ട് ചെയ്തിട്ട് കാണിക്കുന്ന ഒരു പ്രോഗ്രാം സ്റ്റേജിൽ എങ്ങനെ അത് എക്സിക്യൂട്ട് ചോദിച്ചു. തീർച്ചയായിട്ടും ചോദിച്ചു. സാറേ, ഇത് രണ്ട് താളമാണ്. സാർ ഒരു കലാകാരനാണ്, ഒരു കഥാപ്രസംഗം പറയുന്ന ആളാണ്. നമ്മൾ ഇവിടെ ഈ ഫ്ലോറിന് വേണ്ടി ഷൂട്ടിന് വേണ്ടി അഭിനയിക്കുന്ന ഒരു ഋതമല്ല സ്റ്റേജിൽ കളിക്കുന്നത്. സാറിന് അറിയാം, വ്യക്തമായിട്ട് അറിയാം. അതിന്റെ ഒരു മീറ്റർ അല്ല, അതിന്റെ താളമല്ല. അതുപോലെ തന്നെ രാജേഷ് സംശയം അറിയോ, ഈ താളം പറഞ്ഞല്ലോ സ്റ്റേജിൽ അവതാളമായി പോകുന്നു. ഇല്ല, ഒരിക്കലും ഇല്ല. ഓഡിയൻസിന്റെ നിലവാരം ഞാൻ മിമിക്രിക്കോ കോമഡി ഷോ എതിരല്ല. അതൊരു ഉന്നതമായ കലാരൂപമാണ്. കാരണം അനുകരണത്തിലൂടെയാണ് ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞു, അനുകരണത്തിലൂടെയാണ് അവൻ എല്ലാം ആകുന്നത്. പക്ഷെ ഞാൻ അനുകരണ കലയ്ക്കെതിരല്ല. പക്ഷേ ഇവിടെ പ്രതീക്ഷയ്ക്കൊത്ത് സാധാരണ പ്രേക്ഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത് വളരാൻ പറ്റുന്നില്ല ഇവർക്ക്. സാറിന്റെ തെറ്റായ ധാരണയാണ്. ഒരു കാര്യം ഞാനൊന്ന് പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞു, പറയാൻ പറ്റില്ല. ഒരു സംശയം, സാറിന്റെ കഥാപ്രസംഗം എല്ലാം സൂപ്പർ ഹിറ്റ് ആണോ? എല്ലാ സ്റ്റേജിലും അല്ല, ഒരു കാര്യം പറഞ്ഞു, എല്ലാ കഥാപ്രസംഗം എപ്പോഴും ഹിറ്റ് ആവാൻ കാക്ക മലന്ന് പറക്കണം അല്ലേ? അതൊന്നും നടക്കുന്ന കാര്യമല്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.